Hey everyone, welcome back to a vlog. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്ന ബഹ്റൈനാണ്. ഓട്ടോ താഴെത്തിണ്ട്. അപ്പം നമുക്ക് വേഗം കിടക്കാം. ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര മഴയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എയർപോർട്ടിൽ എത്തണം. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മുടെ കൂടെ നമ്മുടെ സിംഗർ ശ്രീലക്ഷ്മി ഉണ്ട്. പറയൂ, ഹലോ പറയൂ. ഞങ്ങളൊന്ന് ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. ഞങ്ങൾ ഇരിക്കാൻ പോകുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളുടെ ലാസ്റ്റ് ഘടകം ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു. അതും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെ വേഗം ഓടി പോകുന്നുണ്ട്. ഞങ്ങളിവിടെ മെല്ലെ മെല്ലെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവാണ്. ഞങ്ങളുടെ ഗേറ്റ് നമ്പർ 3 ആയിട്ടത്. അവിടെ ആ ഗേറ്റാണ് ഞങ്ങളുടേത്. പക്ഷേ ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം വേണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിക്കാണ്. എന്നെ കൂട്ടാണ്ട് അവിടെ ഇരുന്നു ഗൈസ്, ഇരുന്ന് പോയി അറിയാണ്ട്. അപ്പം നമ്മൾ ഫ്ലൈറ്റിലെത്തിട്ട് കാണാം. സമയം നാട്ടത്തെ 2 മണിയായിട്ട് എയർപോർട്ട് എത്തിയിരിക്കുകയാണ് ഗായ്സ്. അതെ ഇനി നമ്മൾ നേരെ റൂമിൽ ചില കിടന്നുറങ്ങാം. വേറൊരു പരിപാടിയല്ല. ഇനി നമുക്ക് ഇമിഗ്രേഷൻ ഉണ്ട്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ബാഗ് എടുക്കണം. എന്നിട്ട് റൂമിൽ ചെന്ന് കിടന്നുറങ്ങണം. അങ്ങനെ നമ്മൾ ബാഗ് എടുക്കാൻ വേണ്ടി പോവാണ്. ലച്ചാൻ നമ്മൾ നമ്പർ 7 നമ്മുടെ കാലിക്കറ്റിൻ്റെ എല്ലാ ബാഗും വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ബാഗ് എടുക്കാം. നമ്മൾ നമ്പർ 7 തിരികെയാണ്. പറയാനായാലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ കാറിലായി. ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെയായി. ഇന്നലത്തെ രാത്രിത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഫുഡ് ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ ഒരു ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചവൾ തന്നെ ഞങ്ങൾ കിടന്നു. ഇപ്പോൾ നമുക്കിത് തുറക്കണം. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ വ്യൂ. നല്ല വ്യൂ. അത്ര വ്യൂ ഒന്നും ഇല്ലെങ്കിലും പക്ഷേ ഇതാണ് ഞങ്ങളെ അത്യാവശ്യം നല്ല വ്യൂ. നമുക്ക് മസാല ദോശയും സാമ്പാറൊക്കെ ഉണ്ട്. അപ്പം കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ സമയം പാട്ടൊക്കെ പഠിച്ച് പിന്നെ റിഹേഴ്സലുണ്ട്. വൈകുന്നേരം റിഹേഴ്സലിന് പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം കൃത്യം 6:30 ആയിട്ടുണ്ട്. നമ്മൾ പോകാൻ വേണ്ടി തയ്യാറായി. അച്ഛൻ എന്താണ് പറയുന്നത്? യെസ്, നമ്മൾ റെഡി ആയിരിക്കുന്നു. ഞങ്ങൾ റിഹേഴ്സലിന് വേണ്ടിയിട്ട്. നിങ്ങളെന്താ ഗാംഭീര്യം കൊടുക്കുന്നത്? അപ്പം നമ്മൾ പോകാണ്. ഇതൊക്കെ ശ്രീലക്ഷ്മി ചേച്ചി മാറ്റി എല്ലാം കൂടെ റെഡി ഇരിക്കുകയാണ്. നമ്മൾ ഇറങ്ങാൻ പോകുകയാണ്. നമ്മൾ രണ്ടുപേരും മാറ്റി റെഡിയായി. പിന്നെന്താ പറയണ്ടേ? ഡാഡി ഇവിടെ ഉണ്ട്. ഡാഡി മാറ്റി റെഡി ആയിരിക്കുകയാണ്. വണ്ടി കയറാൻ പോണ ഫ്രണ്ട്സ്. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറാം. നമ്മുടെ സൂര്യചേട്ടൻ ഒരു ഹലോ പറഞ്ഞേക്ക്. ഹലോ. നമ്മളങ്ങനെ നമ്മളെത്തി ബഹ്റൈൻ കേരളീയ സമാജം. പറയൂ. കേരളീയ സമാജം ബഹ്റൈൻ. യെസ്, ബഹ്റൈൻ കേരളീയ സമാജത്തിലെത്തിയിരിക്കുകയാണ്. നല്ല കാറ്റാണ് പ്രേക്ഷകരെ, നല്ല കാറ്റ്. ഇവിടെ നല്ല കാറ്റാണ് പ്രേക്ഷകരെ. അതാരത്? ഇവിടെ റിഹേഴ്സൽ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാം സെറ്റപ്പ് ആവുന്നുള്ളൂ. അപ്പം നമ്മളിവിടെ റിഹേഴ്സലിന് വേണ്ടി കാത്തിക്കാണ്. ഇവിടെ എല്ലാം സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ സീറ്റ് എടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ യദുകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. പുള്ളിയെ കൊണ്ട് കാണിക്കാം. നമ്മുടെ യദുവേട്ടൻ. വേറെ എന്താ പറയണ്ടോ? ഓക്കെ, ബാക്കി നമ്മുടെ റിഹേഴ്സൽ കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ? ശ്രീലക്ഷ്മി ചേച്ചി ബാഗ് വെച്ച് മറന്നുപോയി. അപ്പം ഞാൻ എടുത്തുകൊണ്ട് എടുക്കേണ്ടി വരാം. ഇത് ചെയ്യേണ്ടി വരാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകണം. ഓളേ പോണ്ടേ? എന്നിട്ട് ഇവിടെ കളിച്ചു കുത്തിരിക്കാം. ഹലോ ഹലോ
അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ. ബാഗിന് ശ്രീലക്ഷ്മി ചേച്ചി കൊടുത്ത് അപ്പം ഇനി നമ്മൾ കാറിൻ്റെ അടുത്ത് പോകണം. കാർ പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ എടുത്ത് പക്ഷേ ഇതെന്താ ഫോക്കസ് ആവത്ത്? നമ്മളങ്ങനെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഉള്ളിൽ കയറിക്കോ. നോക്ക് ഗൈസ്, നിസാൻ GTR നോക്ക് ഗൈസ്, നിസാൻ GTR. Cut this guys, നിസാൻ GTR. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനും ശ്രീലക്ഷ്മി ചേച്ചിയും റിഹേഴ്സലിന് വേണ്ടി ഒറ്റയ്ക്ക് പോകുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് യദുവേട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പം അവിടെ തന്നെ കാണാം. നമ്മൾ ബഹ്റൈനിൽ JCB കണ്ടെത്തിയിരിക്കുകയാണ്. കാറ്റും താണ്ടിക്കൊണ്ട് ഞങ്ങൾ കടക്കാണ്. ഞങ്ങൾ ഏകദേശമൊക്കെ എത്താറായിൻ്റെ ഭഗവാനെ. നല്ല കാറ്റ്. ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവരിവിടെ കുടിക്കാൻ സാധിക്കും. അപ്പം ഞങ്ങൾ റിഹേഴ്സലും കഴിഞ്ഞ് ഹോട്ടലിലേക്ക് പോകണം. വീണ്ടും കാറ്റിൻ്റെ ഭഗവാനെ കൂടി ഈ സൈഡിലേക്ക് കാറ്റ്. അങ്ങനെ നമ്മുടെ ഹോട്ടലിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അറിയൂല നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോന്നു. ഫ്രണ്ട്സ്, ഞങ്ങൾ ചതിച്ച് ഞങ്ങളിപ്പോൾ ശരിക്കും റിഹേഴ്സൽ നിൽക്കേണ്ട സമയം 12:30 ആവുന്നു. 12:15 കാലമൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ച് റിഹേഴ്സൽ ഉണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ നേരം നിന്ന് ഞങ്ങൾ പാടി കുറച്ചൊക്കെ മറ്റേ കോഴ്സൊക്കെ ഇട്ട് പാടി. പക്ഷേ എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് 2 മണിക്കൂർ എടുക്കും. അപ്പം ഞങ്ങൾ വെറുതെ ഇരുന്ന്. പ്രേക്ഷകരെ റിഹേഴ്സൽ കഴിഞ്ഞ് സന്തുഷ്ടരായി നമ്മൾ നിൽക്കുകയാണ്. റിഹേഴ്സൽ കഴിഞ്ഞ് സന്തുഷ്ടരായ ഒരു നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ. എന്തൊക്കെയുണ്ട് റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ? എന്തൊക്കെ മിസ്റ്റേക്ക് തോന്നിയോ റിഹേഴ്സലിൽ? എന്തൊക്കെ തോന്നിയോ? റിഹേഴ്സൽ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, ചെയ്തിട്ട് പറയാം. അതെ, നമ്മൾ ചെയ്തിട്ട് പറയാം. റിഹേഴ്സൽ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം പ്രോഗ്രാമിൽ കാണാം. എന്താണ് അഭിപ്രായം റിഹേഴ്സലിനെ പറ്റിയിട്ട്? വെരി ഗുഡ്. നമ്മൾ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് സന്തുഷ്ടരായിട്ട് നമ്മൾ റൂമിലേക്ക് പോകാൻ പോണേ. അപ്പം നാളെ 4 മണിക്കാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അപ്പം 3 മണിയാകുമ്പോൾ ഞങ്ങൾ റിഹേഴ്സലൊക്കെ നടത്തും. നാളെ എന്താണ് പരിപാടി? നാളെയാണ് പരിപാടി. നാളെ എന്ത് പരിപാടി? നാളെയാണ് പരിപാടി. നാളെ എന്ത് പരിപാടി? നാളെയാണ് പരിപാടി. നാളെയാണ് പരിപാടി. നമ്മൾ റൂമിലെത്തി. ഇനി ചെന്ന് കിടന്നുറങ്ങാം. അപ്പം നാളെ പ്രോഗ്രാമിൻ്റെ ദിവസം കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നാണ് നമ്മുടെ പ്രോഗ്രാം. അതുകൊണ്ട് ഞാൻ ശ്രീലക്ഷ്മി ചേച്ചിയുടെ ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെ നമ്മുടെ നിഖിലേട്ടാ ഒരായി പറഞ്ഞേക്ക്. യെസ്, ഇതാണ് നമ്മുടെ സ്വന്തം നിഖിലേട്ടാ. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് സ്റ്റാർട്ടർ എത്തിയിട്ടേ ഉള്ളൂ. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇന്നാണ് പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാമിന് പോകണം. 2 ബിരിയാണി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ശ്രീലക്ഷ്മി ചേച്ചിയുടെ ഫ്രൈഡ് റൈസ്. ഇതാണ് ഞങ്ങളുടെ സാധനം. അതിൻ്റെ പേരെന്താണ്? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ആവാറായി. 8 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ ഇതാണ് ഇടുന്നത്. യെസ്, കൊള്ളാമല്ലേ? ഈ ഞാൻ ഇങ്ങനെയാണ്. ഇതാണ് ശ്രീലക്ഷ്മി ചേച്ചിയുടെ ഡ്രസ്സ്. അപ്പൊ ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഡ്രസ്സ്. ബുക്ക്. ഫ്രണ്ട്സ്, നമ്മൾ സ്പ്രേ അടിക്കാൻ പോവാണ്. ആ ഡ്രസ്സ് ഞാൻ കുറച്ച് പാട്ട് പാടി കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റേജിലാണ്. അമൽ ചേട്ടനാണ് ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കാറ്. നമ്മൾ സ്റ്റേജിലേക്ക് കടക്കുകയാണ് പ്രേക്ഷകരെ. അങ്ങനെ നല്ല കാറ്റിനെ തടുത്തുകൊണ്ട് നമ്മൾ കേരളീയ സമാജത്തെ എത്തിയിരിക്കുകയാണ്. ചായ കുടിക്കുന്ന നമ്മുടെ വിഷ്ണുട്ടോ. മോനെ കൊടു സൂട്ടിട്ട് ലുക്കിലാണല്ലോ. ഇത് നമ്മുടെ വിഷ്ണു ചേട്ടൻ. പിന്നെ നമ്മളെ ഉണ്ട് ബാക്കി. നമുക്ക് പരിപാടി അടിച്ചു പൊളിക്കണം. പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. എല്ലാ പ്രദേശവും ചായ അടിപൊളിയാണെന്നല്ല ചോദിച്ചത്, പരിപാടി അടിച്ചു പൊളിക്കണ്ടേ? പരിപാടി അടിപൊളിയാകും. ചായ കുടിച്ചാൽ പരിപാടി അടിപൊളിയാകും. അതെ, കുറച്ചും കൂടെ എനർജി വരാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം അടിപൊളിയാവൂലേ? യെസ്. അപ്പൊ നമ്മൾ സ്റ്റേജിന്റെ ബാക്കിൽ എത്തിയിരിക്കുകയാണ്. ഇനി പ്രിപ്പയർ ചെയ്യണം. എനിക്ക് ഇന്നറൊക്കെ വെക്കണം, എന്നിട്ട് പാടണം.
കൂടെ വേർത്ത് പൊളിച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വേറെ ഡ്രസ്സ്. അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. ഇനി റൂമിൽ ചെല്ലണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. ഫ്രണ്ട്സ് ഡേ അങ്ങനെ ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ദിവസം. ഇപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് പോവാണ്. ഞാനിത് കുറച്ചേരം ഇട്ടുള്ളൂ ഈ ഡ്രസ്സ്, അതുകൊണ്ട് ഞാൻ ഇതിട്ട്. പക്ഷേ പാൻറ്റ് ഞാൻ മാറ്റി. അപ്പം ഇനി താഴെ പോകണം, അവരുടെ താഴെ കാത്തിക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എയർപോർട്ടിലേക്ക് പോറായി. എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനി പോകണം. അവിടെ ശ്രീലക്ഷ്മി ചേച്ചി മാറിക്കൊണ്ടിരിക്കുകയാണ്, അച്ഛൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ബാഗൊക്കെ എടുത്ത് വെക്കാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഫോക്കസ് ഓക്കെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി എൻ്റെ ഷൂ ഇടണം. പരിപാടി കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നിൽക്കുകയാണ്. ഇനി എന്താണ് പരിപാടി? ഇവിടുന്ന് നേരെ വീട്ടിലേക്ക്. പ്രേക്ഷകരെ എന്താണ് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞൂടെങ്കിലും എന്താ എനിക്കും മണക്കണം, ഞാനും മണത്ത് നോക്കണം ഫ്രണ്ട്സ്. മൂക്കിനുള്ളിലടിക്കുന്നോ? അപ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. ആണ് ഒരു സ്ത്രീയുടെ കൂടെ വന്നുള്ള പ്രശ്നം. അടിച്ചിട്ടുണ്ട് ഇതാ, എനിക്കൊന്ന് സ്പ്രെഡ് ചെയ്താ, എനിക്കൊന്ന് പാട്ടേ മണം. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഞാൻ ഇവിടുന്നും വാങ്ങി, ഡ്യൂട്ടി ഫ്രീ നിന്നും വാങ്ങി, പിന്നെ റിലയെന്നും വാങ്ങി. അതിൻ്റെ ഉള്ളിൽ ഡ്യൂട്ടി ഫ്രീൻ്റെ കവറുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മളുടെ ഗേറ്റ് നമ്പർ തപ്പിപ്പോയിട്ട് അവിടെ ഇരിക്കണം. പിന്നെ എനിക്കൊന്ന് വാഷ്റൂമും പോകണം. അപ്പം നമ്മൾ പ്ലെയിനിലെത്തിയിരിക്കുകയാണ്. ശ്രീലക്ഷ്മി ചേച്ചിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് എന്നോട് പിണങ്ങിയിരിക്കുകയാണ്. എന്തോന്നും മിണ്ടാത്ത പിണങ്ങിയവർ വിട്ടു. അപ്പം ഇനി ഇവിടുന്ന് 4 മണിക്കൂർ യാത്രയോട് ഞങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി പോവുകയാണ്. ഞങ്ങൾ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. ശ്രീലക്ഷ്മി ചേച്ചി ഞങ്ങൾ വിട്ടു. ശ്രീലക്ഷ്മി ചേച്ചിയുടെ അച്ഛനും അമ്മയും വന്നിരുന്നു കൂട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ നേരെ ചെന്ന് കിടന്നുറങ്ങാൻ പോവാണ്. വേറൊരു വൈൻഡപ്പും ഇല്ല. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ ബൈ. പിന്നെ ഓൾസോ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്താൽ ഞാൻ ഉറങ്ങാൻ പോവാം.